എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള 3 നോട്ട്ബുക്ക് മേക്കിംഗ് ഐഡിയാസ് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ബുക്കിൻ്റെ പേജസ് ഒക്കെ ബാക്കി ഉണ്ടാവില്ലേ, അപ്പോൾ കളർ പേപ്പറും കാർഡ്ബോർഡും പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പുതിയ നോട്ട്ബുക്ക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു അവക്കാഡോ നോട്ട്ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഈ പഴയ ബുക്കിൽ നിന്ന് കുറച്ച് പേജസ് എടുത്തിട്ട് ഈ ഒരു അവക്കാഡോയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ ഷേപ്പിൽ 2 കാർഡ്ബോർഡ് പീസും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്മോൾ പീസ് ലൈറ്റ് ഗ്രീനും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഹോൾ പഞ്ച് വെച്ചിട്ട് മേലെ ഒരു ഹോളും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിന് 2 കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗൺ പേപ്പറിന് ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് സീഡായിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കമ്പി എടുത്തിട്ട് ഒരു പെൻസിലിലോ പെന്നിലോ ചുറ്റിയിട്ട് ഒരു റിങ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കുക. ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് പേസ്റ്റ് മാസ്കിനെ കൊണ്ടൊരു കുഞ്ഞു ബോ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അവക്കാഡോ മിനി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കാം. സാധാരണ ഫോം ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് വീഡിയോയിൽ കാണുന്ന ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ചോക്ലേറ്റ് നോട്ട്ബുക്ക് പൊതുവേ കാണുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു സൈഡ് കടിച്ച പോലെ. അപ്പോൾ ആ ഒരു കട്ടാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് മടക്കിയിട്ട് അതിലും സൈഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നോട്ട്ബുക്കിൻ്റെ പേജസ് എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുക. ഇനി ഈ കവറിലേക്ക് ആ ചോക്ലേറ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൽ നിന്ന് കുറച്ച് സ്ക്വയർ പീസസ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ കവറിൻ്റെ മേലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി എക്സ്ട്രാ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ ഇതിൻ്റെ മേലേക്ക് ഒരു ബ്രൗൺ കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്കൊക്കെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ നോട്ട്ബുക്കിലത്തെ പേജസും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ക്യൂട്ടായിട്ട് ഒരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു ബർഗർ നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തെർമോകോളിൻ്റെ പീസ് വേണം. ഇനി ഈ നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ ഒക്കെ റോളില്ലേ, അത് വെച്ചിട്ട് ഈ തെർമോകോളിൽ നിന്ന് 2 സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അതായത് ബർഗർ ബണ്ണിൻ്റെ എഡ്ജ് സ്മൂത്തായിട്ടല്ലേ ഉണ്ടാവുക, അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഉണങ്ങാൻ വയ്ക്കുക.
ഇനി ഈ നോട്ട്ബുക്കിന് പേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ അളവിൽ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരറ്റത്ത് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. പേജസ് ഒന്നും പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് സ്ട്രിപ്പ് ഓഫ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തെർമോകോളിൻ്റെ ഉൾഭാഗത്തും ഒരു നോട്ട്ബുക്കിലത്തെ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കളർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദേ നമ്മളുടെ ബർഗർ നോട്ട്ബുക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് റിയലിസ്റ്റിക് ആക്കാൻ വൈറ്റ് പെൻ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഡാഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ 3 നോട്ട്ബുക്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് അയച്ചു തരാം. വീഡിയോ ലൈക്ക് ചെയ്യുക, എത്രാമത്തെ ലൈക്കാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ ഏത് നോട്ട്ബുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.